2012 മുതൽ തുടങ്ങിയ ഒരു വാദം. അതിനു മുമ്പ് അതിന്റെ വിത്ത് പാകിയ ആളുകളുണ്ട്, അത് നനച്ച് വളർത്തിയെടുക്കാൻ പരിശ്രമിച്ച ആളുകളുണ്ട്. പക്ഷേ 2012 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ആ ഒരു വാദത്തിന് മറ പിടിച്ചുകൊണ്ട് എന്തെല്ലാം അപകടകരമായ വിശ്വാസം ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ പിശാച് പല നിലക്കുള്ള സഹായം നൽകും. പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ പിശാച് പല നിലക്കുള്ള സഹായം നൽകും. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ പിശാച് പല നിലക്കുള്ള സഹായം നൽകും. ജിന്നുകൾ കട്ടുകേട്ട് അത് മറ്റ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതും പറഞ്ഞു. ജിന്നുകൾ കട്ടുകേട്ട് അത് മറ്റ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതും പറഞ്ഞു. തന്നെ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് കേട്ടോ. അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് സഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിച്ചു, നാസിൻ കുറച്ച് ആളുകൾ ചോദിച്ചു, അനിൽ കുഹാൻ, കുഹാനുകൾ, ആ കുഹാനുകൾ ജ്യോത്സ്യന്മാരെ കുറിച്ച് നബിയോട് ചോദിച്ചു. എന്താ നബി ഈ ജ്യോത്സ്യൻ, ഈ കുഹാനുകൾ, കാഹിന്, ആ ജ്യോത്സ്യന്മാർ, അവരെ കുറിച്ച് എന്താ നബി പറയേണ്ടത് എന്ന് നബിയോട് ചോദിച്ചു. ആ സമയത്ത് നബി പറഞ്ഞു, ലൈസ ബിശൈ, അവരൊന്നുമല്ല, ജ്യോത്സ്യന്മാരൊന്നുമല്ല, ഒരു ചുക്കുമല്ല. ആ സമയത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇൻ ഫയകൂനു ഹഖാ, ഞങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ജ്യോത്സ്യന്മാർ പറയാറുണ്ടല്ലോ, അത് പറയുമ്പോൾ ഫയകൂനു ഹഖാ, അത് സത്യമായി വരാറുമുണ്ടല്ലോ നബിയെ. ചില ജ്യോത്സ്യന്മാർ ചിലപ്പോൾ പറയുമ്പോ അത് സത്യമായി വരാറുണ്ടല്ലോ. നബിയോട് ചോദ്യം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിനൽ ഹഖ്, ആ പറയുന്നത് സത്യത്തിൽ നിന്നുള്ള ചില കലിമത്തുകളാണ്. എങ്ങനെയാണ് അവർ കിട്ടിയത്? യഖ്തഫുഹാ മിനൽ ജിന്നി ഫയഖുറുഹാ ഫീ ഉദ്നി വലിഹി, അത് ശൈത്താൻ തട്ടിയെടുക്കുന്നതാണ്, ജിന്നുകൾ തട്ടിയെടുത്തു കൊണ്ടുവരുന്നതാണ്. അത് തന്റെ മിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്റെ ചെവിയിൽ ഇങ്ങനെ കുറുകി കൊടുക്കും. അതോടൊപ്പം തന്നെ 100 കള്ളം കൂടി അതോടൊപ്പം ആ ശൈത്താൻ ചേർത്തും കൊടുക്കും. 100 കള്ളവും കൂടി ചേർത്തിട്ട് തട്ടിയെടുത്തു കൊണ്ടുവരുന്ന ഹക്കായ കലിമത്തുകളെ ആ ജിന്ന് തന്റെ ജ്യോത്സ്യന്റെ ചെവിയിൽ ഇങ്ങനെ കുറുകി കൊടുക്കും. ഇത് സക്കരിയ സലാഹി പറഞ്ഞതല്ല, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസിനെ, സ്വീകാര്യയോഗ്യമായി വന്ന ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് ആർക്കാണ് വിധി അറിയാത്തത്? ഫലാ വറബ്ബിക് ലാ യുഹക്കിമുക ഹത്താ ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരഭിപ്രായം, ആ അഭിപ്രായം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അയാൾ മുഅ്മിനല്ല എന്നാണ്. സ്വഹീഹായി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് നിഷേധിക്കാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ തള്ളലാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. അള്ളാന്റെ റസൂലിന്റെ വാക്ക് സ്വഹീഹായി വന്നത് ഞാൻ സ്വീകരിക്കില്ല, എനിക്കത് ബാധകമല്ല എന്നൊരാൾ പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനോട് മാത്സര്യബുദ്ധി പ്രകടിപ്പിക്കലാണ്. ആ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കാണ് തർക്കമുള്ളത്?